നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. കാസർഗോഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മറ്റ് മന്ത്രിമാർ പങ്കെടുത്ത ഒരു ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അതിനു മാത്രം എന്താണ് ഈ ചടങ്ങിലുള്ളതെന്ന്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ, നിങ്ങൾക്കത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിലിപ്പോൾ എന്താ ഇത്ര കാണാനുള്ളതെന്ന്. കാണാനേ ഉള്ളൂ. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കും. മന്ത്രിമാർ ഓരോന്നായി വന്നു കഴിഞ്ഞു. വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി, വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ, പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീ എം രാജഗോപാലൻ MLA തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. ഈ വിശിഷ്ട അതിഥികൾ മാത്രമേ ഇവിടെ പങ്കെടുക്കുന്ന മാതിരിയുള്ളൂ, പൊതുജനങ്ങളില്ല. റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദ മുരളീധരൻ IAS സ്വാഗത ഭാഷണം നടത്തും. ആരോഗ്യരംഗത്ത് പ്രിയമുള്ളവരെ, അല്പസമയത്തിനകം പരിപാടികൾ ആരംഭിക്കും. മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യരംഗത്ത് നടപ്പിൽ വരുത്താത്ത അറിയിപ്പുണ്ട്. മുൻനിരയിലുള്ള സീറ്റുകൾ നമ്മുടെ ജനപ്രതിനിധികൾക്കായി ഒഴിച്ചിട്ടതാണെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 2016 കാസർഗോഡ് ജില്ലയിനോട് ഉപ്പളയിൽ വെച്ച് എൻഡോൾസൾഫാൻ ദുരിതബാധിതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ 2000 ആരോഗ്യരംഗത്ത് പറഞ്ഞ ഒറ്റ കാര്യങ്ങൾ പോലും നടപ്പിൽ വരുത്താത്ത സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ വരാൻ വേണ്ടിയാണ് ആദ്യം പറഞ്ഞത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4 വർഷം ഒട്ടാകെ 9 വർഷമായിട്ട് ഒന്നും ചെയ്യാത്ത അതിലുള്ള ദുഃഖം തന്നെ, ജനങ്ങളുടെ ദുഃഖം തന്നെ ഇവിടെ കാണാം. കാരണം ഒഴിഞ്ഞിട്ട കസാലകൾ. ആരും മന്ത്രിമാരല്ല വന്നുകൊണ്ടുണ്ട്. മന്ത്രിമാരടക്കം വന്നു കഴിഞ്ഞു. പക്ഷേ പൊതുജനങ്ങളില്ല. കുറച്ച് സർക്കാർ പ്രതിനിധികളും പോലീസ്, ജനങ്ങളെക്കാളും കൂടുതൽ പോലീസ് ആണുള്ളത്. പിന്നെ TV മാധ്യമങ്ങൾ. ബഹുമാനപ്പെട്ട നമ്മൾ കടന്നപ്പള്ളി രാമചന്ദ്രനോട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹൈക്കോടതി ജഡ്ജ് ദേവൻ രാജേന്ദ്രൻ അടക്കം പങ്കെടുത്ത ആ പരിപാടി എയിംസിൻ്റെ കാര്യം അന്ന് താൻ പറഞ്ഞതാണ്. അന്നേ നോക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. എല്ലാവരും നോക്കാം എന്നുള്ള വാക്ക് മാത്രം കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ. ഒരു ചെറിയ MLA വന്നാൽ പോലും സദസ്സ് നിറഞ്ഞിരിക്കുന്നത് കാണാം. എന്നാൽ നമ്മുടെ മുഖ്യൻ വന്നിട്ടോ എന്തായി? അവിടെയും ഇവിടെയും 4-5 പേരിരിക്കണ കാണാം. ഇതാണ് പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ മനോഭാവം. സാധാരണഗതിയിൽ ആളുകളാണ് VIP-യെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ മന്ത്രിമാരാണ് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതാണ് പിണറായി വിജയനോടും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടുമുള്ള ജനവികാരം. പിന്നെ ഇതൊക്കെ ശാശ്വതമാണ്. കാരണം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റ് കൊടുത്ത് ആൾക്കാരെ സോപ്പിടും. നമ്മുടെ പിണറായി സഖാവ് കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയാണ് കാസർഗോഡ്. എന്നിട്ട് പോലും ആരും കേൾക്കാനോ കാണാനോ ഇല്ലാതെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട അവസ്ഥയാണ് പിണറായി സഖാവിനുള്ളത്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതിലൊന്നും പുള്ളിക്കാരൻ തളരുമെന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ കൈകൾ പരിശുദ്ധമാണ് എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞിട്ട് മകൾ മാസപ്പടിയിൽ കുടുങ്ങിയപ്പോൾ ചോദ്യം ചോദിക്കാൻ ചെന്നവരോട് ഒരു ചാട്ടം. ഒരച്ഛൻ്റെ രോദനമെന്ന് മാപ്രകൾ അതിനെ വരുത്തി തീർത്തു. എങ്കിലും സത്യം നമുക്കറിയാലോ, എത്ര നാണം കെട്ടാലും പിണറായി സഖാവ് പഠിക്കില്ല. മുഖ്യൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. കേരളീയരെ നമുക്ക് സഹിച്ചേ പറ്റൂ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.